ശ്രീ മൂകാംബിക ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തി നടൻ സൂര്യയും ഭാര്യ ജ്യോതികയും. ക്ഷേത്ര ദർശനത്തിന്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം ശ്രദ്ധ നേടുകയാണ്. വളരെ ലളിതമായ വേഷത്തിൽ താരപ്രൗഢിയൊന്നുമില്ലാതെയാണ് ഇരുവരും ക്ഷേത്രത്തിലെത്തിയത്. അതേസമയം സൂര്യയുടേതായി പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ ചിത്രം കങ്കുവ ഏറ്റവും വലിയ നഷ്ടം നേരിട്ട ദക്ഷിണേന്ത്യൻ ചിത്രങ്ങളിൽ 1-ാം സ്ഥാനത്താണ്. വലിയ വിമർശനമാണ് ആരാധകരിൽ നിന്ന് കങ്കുവ ഏറ്റുവാങ്ങിയത്. വലിയ പ്രൊമോഷനോടെ എത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ തകർന്നടിയുകയായിരുന്നു. 300 കോടിയോളം ബഡ്ജറ്റിൽ ഒരുക്കിയ സിനിമയ്ക്ക് പകുതി തുക പോലും നേടാനായില്ലെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കങ്കുവ അധികം വൈകാതെ തന്നെ OTT-യിൽ എത്തുമെന്ന പുതിയ വിവരവും പുറത്തു വരുന്നുണ്ട്. നേരത്തെയുള്ള OTT റിലീസിനായി ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ ശ്രമിക്കുന്നുവെന്നാണ് വിവരം. ചിത്രത്തിന്റെ OTT അവകാശം ആമസോൺ പ്രൈം വലിയ തുകയ്ക്ക് നേരത്തെ തന്നെ സ്വന്തമാക്കിയിരുന്നു. മുൻകരാർ പ്രകാരം റിലീസ് ചെയ്ത് 8 മാസത്തിന് ശേഷമായിരിക്കും സിനിമ OTT-യിൽ എത്തുകയെന്നായിരുന്നു റിപ്പോർട്ട്. എന്നാൽ ചിത്രം വമ്പൻ പരാജയം ഏറ്റുവാങ്ങിയതോടെ 4 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ആമസോൺ പ്രൈമിൽ എത്തിച്ചേരാനാണ് സാധ്യത. ശിവ സംവിധാനം ചെയ്ത് ബിഗ് ബഡ്ജറ്റ് ചിത്രം നവംബർ 14-നാണ് റിലീസ് ചെയ്തത്. ബോളിവുഡ് താരം ബോബി ഡിയോളും കങ്കുവയിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. ദിശ പട്ടാണിയാണ് നായിക. ആഗോള വ്യാപകമായി 38 ഭാഷകളിലായി റിലീസ് ചെയ്ത ചിത്രം 1500 വർഷങ്ങൾക്ക് മുൻപുള്ള കഥയാണ് പറയുന്നത്. യോഗി ബാബു, പ്രകാശ് രാജ്, KS രവികുമാർ, ജഗപതി ബാബു, ഹരീഷ് ഉത്തമൻ, നടരാജൻ സുബ്രഹ്മണ്യം, ആനന്ദ് രാജ്, വസുന്ധര കഷ് എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. വാർത്തകൾ വിരൽ തുമ്പിൽ. യു വാച്ച് സാഗ് ന്യൂസ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.